ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. cap.mg.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് സ്റ്റുഡൻറ് മെറിറ്റ് കോട്ട എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയലിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ജൂൺ 13 വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ പേര്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, പരീക്ഷാ ബോർഡ്, രജിസ്റ്റർ നമ്പർ, സംവരണ വിഭാഗം, റിസർവേഷൻ വിഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊഴികെ ബാക്കിയുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻസ് വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ റീഅറേഞ്ച്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതുവരെയായിട്ടും ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കും ഫീസ് അടച്ച ശേഷം അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കും അത് ചെയ്യാവുന്നതാണ്. അപ്പം ജൂൺ 13 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉണ്ടാവുക. അപ്പം ജൂൺ 13 നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടവർ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതിന് മുൻപേ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യേണ്ടവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ പുനഃക്രമീകരിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിന് നമ്മൾ നേരത്തെ കണ്ട ലോഗിൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. സ്പോർട്സ്, കൾച്ചറൽ, PD കോട്ട, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂൺ 13 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇപ്പോൾ ജൂൺ 13 നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ജൂൺ 14 മുൻപേ നിങ്ങൾ അതാത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രയലാണ്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കുകയോ ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി ഫീസൊക്കെ അടയ്ക്കേണ്ടത്. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രയലാണ്. ഓക്കെ, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കണമെന്നില്ല. കാരണം എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പല വിദ്യാർത്ഥികളും ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുക്കും, അവരുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കും, പുതിയതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യും, അതുപോലെ അവർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യാസം വന്നേക്കാം. നിങ്ങൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ റിസോഴ്സസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏത് പ്രോഗ്രാം ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പെഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സെലക്ട് അലോട്ട്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാപ്പ് റെഗുലർ അലോട്ട്മെന്റ് ആണ്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ജനറൽ കാറ്റഗറിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിന്റെ മാക്സിമം ഇൻഡെക്സും മിനിമം ഇൻഡെക്സും കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറൽ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 1578 ആണ് മാക്സിമം ഇൻഡെക്സ്. അപ്പം ഈ ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ മിനിമം ഇൻഡെക്സ് എന്ന് പറയുന്നത് 1395 ആണ്. 1395 ഉള്ള കുട്ടിക്കാണ് അവിടെ ട്രയൽ അലോട്ട്മെന്റിൽ ലാസ്റ്റ് ആയിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള കോളേജ് കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് മാക്സിമം ഇൻഡെക്സും മിനിമം ഇൻഡെക്സും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ഇൻഡെക്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഈ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു കോളേജ് പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഇപ്പോൾ ഒരു 1300 ആണെങ്കിൽ ചിലപ്പോൾ വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് നോക്കിയിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 12 പബ്ലിഷ് ചെയ്യും എന്നാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കേസിൽ എപ്പോഴും ഇങ്ങനെയാണ്. ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും 1-2 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പറയുന്നത് 18/6/2024 ആണ്. അതിന് മുൻപേ വരാൻ സാധ്യതയുണ്ട്. 16 അല്ലെങ്കിൽ 17 16 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ തരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്